ഹലോ, എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ ഈസ്റ്ററിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. ഇത് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയിലൊക്കെയാണ്. ഇടിയപ്പമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇടിയപ്പവും മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ്. ഈസ്റ്റർ ഒരു സുഖമില്ലായിരുന്നു, എനിക്ക് തലവേദനയൊക്കെ ആയിരുന്നു കേട്ടോ. ഭയങ്കര തലവേദനയായിരുന്നു, 2 ദിവസമായിട്ട് തലവേദനയുണ്ട്. അപ്പം അത്ര സുഖമില്ലായിരുന്നു, എങ്കിലും ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഫുൾ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ. ഹാപ്പിയാണ് എന്താണെന്ന് നിങ്ങൾക്ക് അപ്പം മനസ്സിലാകും. നമ്മുടെ തലവേദനയൊക്കെ എങ്ങോട്ടെങ്കിലും പോകുന്ന ഒരു രീതിയാണ് നമ്മുടെ വീട്ടിലെ ഒരു വീട്ടിലെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. തലവേദനയൊന്നും വെച്ചുകൊണ്ടിരിക്കലൊന്നും നമുക്ക് നടക്കത്തില്ല. അപ്പോൾ ദേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികൾ ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നു. ആ സമയം കൊണ്ട് നമ്മുടെ റേഷനും പോയി ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. ഫുഡിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ രാവിലെ ഇടിയപ്പവും മുട്ടക്കറിയൊക്കെ കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ആ സമയം കൊണ്ട് രാജേഷൻ്റെ ഉച്ചയ്ക്ക് ഞാൻ അധികം കയറുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം എനിക്ക് തലവേദന അത്രയ്ക്കുണ്ട്. അപ്പോൾ ഇടിയപ്പം മുട്ടക്കറിയും തന്നെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് തലവേദനയൊക്കെ അങ്ങ് കൂടി വരും. നല്ല പണിയുള്ളൊരു പരിപാടിയാണല്ലോ. അപ്പോൾ അതേ ബീഫാണ് കേട്ടോ ഇന്ന് ഉച്ചക്കത്തേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അത് രാജേഷനെ രാവിലെ തന്നെ സെറ്റാക്കി കേട്ടോ. ബീഫ് ഇച്ചിരി നെയ്യൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് വാട്ടി എന്തൊക്കെയോ ചെയ്ത് നല്ല അടിപൊളി ബീഫ് റോസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇപ്രാവശ്യം വെറൈറ്റി ആയിട്ടാണ് ആൾ വെച്ചത്. എനിക്ക് ഫുൾ വീഡിയോ എടുക്കാനും ഒന്നും സാധിച്ചില്ല. ഞാൻ കുറേ നേരം കിടന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരു ടാബ്ലറ്റൊക്കെ കഴിച്ചു, വിക്സൊക്കെ തേച്ചിട്ട് ഞാൻ കുറച്ച് നേരം അങ്ങ് കിടന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ആ സമയം കൊണ്ട് ഇവിടെ ഒരാൾ ചട്ടിയിലാണ് കേട്ടോ ഇപ്രാവശ്യം ബീഫ് റോസ്റ്റ് വെച്ചത്. ഇവിടെ അങ്ങനെ ചട്ടിയിൽ മീൻകറി മാത്രമേ അങ്ങനെ വെക്കാറുള്ളൂ. ഇങ്ങനെ ബീഫും ചിക്കനും ഒന്നും അങ്ങനെ ചട്ടിയിൽ ഇതുവരെ വെച്ചിട്ടില്ല. അപ്പോൾ ഒരാൾക്ക് ഒരാഗ്രഹം ചട്ടിയിൽ വെക്കണമെന്ന്. എനിക്കാണെങ്കിൽ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചട്ടി എൻ്റെ അമ്മയുടെ പഴയ ചട്ടിയൊക്കെ തന്നെ എൻ്റെ കയ്യിലുള്ള. ഞാനായിട്ട് പുതിയതൊന്നും വാങ്ങിച്ചിട്ടില്ല ചട്ടിയൊന്നും. അപ്പോൾ ഇത് ഇവിടെ ബീഫ് റോസ്റ്റൊക്കെ സെറ്റായി കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ചട്ടിയിൽ വെച്ചത് കൊണ്ടാണോ എന്തോ ആൾ നന്നായിട്ട് നല്ല വരട്ടി വെച്ചു കേട്ടോ രാജേഷന്. അപ്പോൾ ബീഫ് റോസ്റ്റ് വെച്ചു. പിന്നെ ഞാൻ എഴുന്നേറ്റ് വന്നിട്ട് ചോറും ഒരു മോരൊക്കെ കാച്ചി കേട്ടോ. മോര് കാച്ചി, ബീഫ് റോസ്റ്റ് അണ്ണം വെച്ചു, ചോറ് ഞാൻ വെച്ചു, മോര് കാച്ചിയത് ഞാനാണ്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഇത് മാത്രമേ ഉള്ളൂ, വേറെ കറികളൊന്നുമില്ല. ഈ ബീഫ് റോസ്റ്റ് മാത്രം വെച്ച് അത് ഒരു ശരിയാകത്തില്ല എന്നെനിക്ക് തോന്നി. കാരണം എന്തെങ്കിലും കൂടെ വേണ്ടേ കറി. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു കേട്ടോ, എന്തെങ്കിലും ഒരു കറി കൂടി ഒന്ന് സെറ്റാക്കണമല്ലോ. അച്ചാറും ഉണ്ട്, മോര് കാച്ചിയതും ഉണ്ട് കേട്ടോ. എന്തെങ്കിലും ഒരു കറി കൂടി സെറ്റാക്കിയില്ലെങ്കിൽ പരിപാടി നടക്കത്തില്ലെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ തലവേദന കാരണം ഒരു രക്ഷയില്ല. അപ്പോൾ ഞങ്ങൾ നട്ടുച്ചയായി കേട്ടോ, ഉച്ച സമയമായി കേട്ടോ. ആ സമയമായപ്പോൾ ഞങ്ങൾ ഓട്ടിപ്പോയി ഞങ്ങളുടെ കൃഷിത്തോട്ടത്തിൽ നിന്ന് ചീര പറിച്ചു. ഈ ചീരയൊക്കെ നട്ടാലുള്ള ഗുണം ഇതാണല്ലേ, പെട്ടെന്ന് നമുക്കൊരു തോരനോ എന്തെങ്കിലും സെറ്റ് ചെയ്യണമെങ്കിൽ ഓട്ടിപ്പോയി കുറച്ച് ചീരയൊക്കെ വളർന്നു കേട്ടോ, നന്നായിട്ട് വളർന്നു. ഒരുപാട് പ്രാവശ്യം എടുത്തു ഞങ്ങൾ കേട്ടോ. ഞങ്ങളുടെ ആവശ്യത്തിനായിട്ടുള്ള ചീര ഞങ്ങൾക്ക് എന്തായാലും കിട്ടുന്നുണ്ട്. ഇപ്പോൾ പൊന്നുകുട്ടിയാണെങ്കിൽ പറച്ചിലാണ്. ഇപ്പോൾ ഡെയിലി ചീരത്തോരനാണല്ലോ ഒന്ന്. ചീര വളരെ നല്ലതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. ഇവിടെ കണ്ണൻകുട്ടനും ചീരത്തോരനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു ചീരത്തോരനും കൂടെ സെറ്റ് ചെയ്ത് കേട്ടോ. എല്ലാവർക്കും പൊതുവേ ഇവിടെ ചീരത്തോരൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ചീരത്തോരനൊക്കെ ഇവിടെ റെഡിയായി. അപ്പോൾ ഇന്ന് ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് നേരം കിടന്നെങ്കിലും നമ്മൾ ഉച്ചയായപ്പോഴത്തേക്കും തന്നെ ചോറ്, ചീരത്തോരൻ, ബീഫ് റോസ്റ്റ് മാത്രം നാഷണം വെച്ചു കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു. എനിക്ക് ചട്ടിയിൽ വെച്ചതുകൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല, പ്രത്യേക ടേസ്റ്റായിരുന്നു. പിന്നെ മോര് കാച്ചിയത്, പിന്നെ എൻ്റെ കണ്ണിമാങ്ങ ഉപ്പിലിട്ടത് കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ടായിരുന്നല്ലോ കണ്ണിമാങ്ങ പിറക്കാൻ പോകുന്നത്. അപ്പോൾ അത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചോറിന് മെയിനാണ്. പൊന്നുകുട്ടി എന്നും ഉച്ചയാകുമ്പോൾ വന്ന് നോക്കും കേട്ടോ, എന്താണ് കറിയെന്നൊക്കെ. അങ്ങനെ വന്ന് നോക്കുവാണ്. കണ്ണൻകുട്ടനും അച്ഛനും ഞാനൊക്കെ ചോറ് കഴിച്ചു. പൊന്നുകുട്ടി അവിടെ ഇരുന്ന് ചോറ് കഴിക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കിടന്നുറങ്ങുകയൊക്കെ ചെയ്തിട്ട് ഇത് ഏകദേശം രാത്രിയായി കേട്ടോ. രാത്രിയായാൽ പിന്നെ ഇതാണ് പരിപാടി. 2 പേരും കൂടെ ഭയങ്കര കളിയാണ് കേട്ടോ. കുറച്ച് നേരം കിടന്നുറങ്ങും. പൊന്നുകുട്ടി ഉറങ്ങത്തില്ല, കണ്ണൻകുട്ടനും ഉച്ചയ്ക്ക് കിടന്നുറങ്ങും കേട്ടോ.
ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാനും കണ്ണൻകുട്ടനും ഉച്ചയ്ക്ക് എന്തായാലും എന്നും കിടന്നുറങ്ങും. ഉറങ്ങി എഴുന്നേറ്റാൽ പിന്നെ ഭയങ്കര കളിയാണ് രണ്ടുപേരും കൂടെ കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, തലവേദനയൊക്കെ പമ്പ കിടക്കുമെന്ന്. എനിക്ക് എത്ര തലവേദന വന്നാലും ഇവരുടെ ഈ കളിയും ബഹളത്തിൻ്റെ ഇടയിൽ എൻ്റെ തലവേദനയൊന്നും ഒന്നുമല്ല. എത്ര തലവേദനയായിട്ട് കിടന്നാലും ഇവരുടെ കളിയുടെ ഇടയിൽ നമ്മളും കൂടും കേട്ടോ. അപ്പം ഞാനും കൂടുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ. ഒരു മാജിക് കാണിക്കാൻ പോവാണ് കേട്ടോ. കണ്ണാ കാണിക്കട്ടെ. ഇവിടെ പൊന്നു ഇരിപ്പാണ് കേട്ടോ. ഇപ്പൊ പൊന്നിനെ കാണാതെ പോവേ. കണ്ടോണേ, ഇവിടെ പൊന്നു കൊണ്ടല്ല, പൊന്നിനെ കാണാതെ പോവേ. ആബ്രകാഡാബ്ര, പൊന്നിനെ കാണാതെ പോവട്ടെ. കണ്ടടേ. അയ്യോ, പൊന്നു എവിടെ പോയി? അയ്യോ, എവിടെ പോയി? എവിടെ പൊന്നോട് പോയി? ചോദിക്ക്, പൊന്നെവിടെ? എവിടെ? 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 കാണുന്നില്ല. പൊന്നു പോയി. മാജിക്ക്. അവന് മനസ്സിലായി. കണ്ണൻകുട്ടൻ്റെ അടുത്തൊന്നും ഒരു മാജിക്ക് നടക്കത്തില്ല കേട്ടോ. അവന് പരിപാടി എന്തായാലും മനസ്സിലായി. അപ്പോൾ ജസ്റ്റ് ഇവരുടെ കൂടെ നമ്മളും കൂടെ അങ്ങ് ചേർന്ന് പോകും. എത്ര വയ്യാഴിക വന്നാലും നമ്മൾ ഇവരുടെ കൂടെ അങ്ങ് കളിച്ചങ്ങ് പോകും കേട്ടോ. അത്രയ്ക്ക് കളിയാണ് രണ്ടുപേരും കൂടി. ഒരു ബോറടി എന്ന് പറയുന്നൊരു സംഭവം എനിക്ക് തോന്നുന്നില്ല ഇവരുടെ ഇടയിൽ ഉണ്ടോ എന്ന്. ആ സമയം കൊണ്ട് നമ്മുടെ റേഷനം പോയി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ കുറച്ച് തണ്ണിമത്തനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞാനപ്പോൾ ഈ തണ്ണിമത്തൻ കൊണ്ടൊരു സാധനം ഉണ്ടാക്കി തരാമെന്ന് നമ്മുടെ കണ്ണൻകുട്ടനോട് പറയാം. രാത്രിയായി കേട്ടോ, എന്നാലും ഭയങ്കര ചൂടല്ലേ. അപ്പം ജസ്റ്റ് എന്തെങ്കിലും ഒരു ജ്യൂസ് പോലെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ കസ്കസൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ റേഷനൻ. അപ്പോൾ അത് ഞാനിങ്ങനെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി, ഒന്ന് കുതിരാൻ വേണ്ടി ഞാനവിടെ വെച്ചു. ഈ കസ്കസിനകത്ത് എന്തോ ഒരു തരി പോലെ. അപ്പം ഞാൻ അതൊക്കെ എടുത്ത് കളയുകയാണ് കേട്ടോ. എൻ്റെ ഇടയ്ക്ക് എന്താ സംഭവം എന്നറിയില്ല, ഇതിൻ്റെ വല്ലോ തരി ആയിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ച് അതവിടെ കുതിരാനായിട്ട് വെച്ചു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ കസ്കസ് ഇട്ട സോഡാ സർബത്തൊക്കെ ഇല്ലേ, സർബത്ത് അങ്ങനത്തെ നാരങ്ങ വെള്ളത്തിലൊക്കെ ഇതിടുന്നത് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതേ വാട്ടർ മെലൺ റേഷനിന് അരിഞ്ഞ് തരികയാണ്. അപ്പം ഞാൻ ആദ്യം വെച്ച് ഗ്ലാസ് കൊണ്ട് ഇടിച്ച് ചതച്ചെടുക്കാവുന്നു, പക്ഷെ ആ സംഭവം നടക്കത്തില്ല കേട്ടോ. ഞാൻ പിന്നെ ആ പരിപാടി നടക്കത്തില്ലെന്ന് വിചാരിച്ചു. അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഗ്ലാസിൻ്റെ ഇങ്ങനെ പുറകുവശം കൊണ്ട് ഇങ്ങനെ ചതച്ചെടുത്താൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇല്ല കേട്ടോ, നല്ല കഷ്ടപ്പാടാണ് ആ പരിപാടിയൊക്കെ. അപ്പോൾ ഞാനാണ് ആ ഒരു ഐഡിയ റേഷനോട് പറഞ്ഞത്. പിന്നെ അത് നടക്കത്തില്ലെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ നേരെ ജാറിലിട്ടിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നല്ലപോലെ ജ്യൂസായിട്ട് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ അതേ കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും ഇങ്ങനെ ഓരോ കഷ്ണമൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടിയൊക്കെ വേണം, ഇച്ചിരിയേ ഉള്ളൂ, കുറച്ചുകൂടെയൊക്കെ വേണം. അപ്പോൾ ഞാൻ കസ്കസൊക്കെ അതിനകത്ത് ഇട്ടിട്ട് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട്, ഐസില്ല കേട്ടോ, തണുത്തതല്ല, കുറച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ. തണുത്ത വെള്ളമില്ല, കാരണം കണ്ണൻകുട്ടന് തണുപ്പ് പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ തണുത്ത വെള്ളമൊന്നും യൂസ് ചെയ്തില്ല കേട്ടോ. പക്ഷെ തണുത്ത തണ്ണിമത്തൻ ജ്യൂസൊക്കെ കുടിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. പക്ഷേ ഇച്ചിരി ടേസ്റ്റ് കുറഞ്ഞ് നിൽക്കുന്നതാണ് ഞങ്ങൾക്ക് ഇവിടെ നല്ലത്. കാരണം നമ്മുടെ കണ്ണൻകുട്ടൻ്റെ സേഫ്റ്റി നമ്മൾ നോക്കണമല്ലോ. അവന് തണുത്തത് ഏകദേശം കണ്ണൻകുട്ടനെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം ഇതുവരെ ഞങ്ങൾ തണുത്ത ഒന്നും കൊടുത്തിട്ടില്ല, അംഗനവാടിയിലും വിട്ടിട്ടില്ല കേട്ടോ. നമ്മൾ കുറച്ച് നാൾ അവൻ്റെ ഹെൽത്ത് കെയർ ചെയ്ത് കൊണ്ടുപോയാൽ അവനെ ഇനിയിപ്പോൾ ജൂണിൽ ഞങ്ങൾ സ്കൂളിൽ ചേർക്കുന്നുണ്ട്. സ്കൂളിൽ തുടങ്ങിയാൽ പിന്നെ കണ്ടിന്യൂസ് ഇപ്പോൾ ഒരു പനി വന്നാലും കുറച്ച് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. കാരണം ഇപ്പം ഇങ്ങനെ മരുന്ന് കൊടുത്തുകൊണ്ടിരുന്ന അവൻ്റെ ഹെൽത്തിന് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഞങ്ങളിപ്പോൾ അംഗനവാടി വിടുന്നില്ല, തണുത്ത ഒന്നും കൊടുക്കുന്നില്ല, വളരെ കെയർ ചെയ്താണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോഴത്തേക്ക് ദേ ഇവിടെ നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസൊക്കെ റെഡിയായി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലാ കൂട്ടുകാരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അതേ 4 പേരും കൂടി ഇരുന്ന് തണ്ണിമത്തൻ ജ്യൂസൊക്കെ കുടിക്കുകയാണ് കേട്ടോ. ആ സമയം കൊണ്ട് ദേ ഡിന്നറൊക്കെ ഞാൻ സെറ്റാക്കുകയാണ്. രാവിലത്തെ ഇടിയപ്പം ഉണ്ടായിരുന്നു, പിന്നെ ബ്രെഡ് ഉണ്ടായിരുന്നു, കുറച്ച് കണ്ണിമാങ്ങ ഉപ്പിലിട്ടത് രാവിലത്തെ ഇരിപ്പുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ഡിന്നർ കഴിക്കുകയാണ് ഞങ്ങൾ. ബ്രെഡ് ആ റേഷൻ പുറത്ത് പോയപ്പോൾ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ കിടന്നിറങ്ങാൻ പോവാണ്. അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്.